Boche Gold and Diamonds. Buy now, pay later. വാഹനം വാങ്ങി പണം നൽകാതെ പറ്റിച്ച സംഭവത്തിൽ കേസിലെ ഒത്തുതീർപ്പ് ചർച്ചയും തുടർന്ന് സമയം അധികമായി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 25,000 രൂപ അപഹരിച്ചെന്ന കേസിൽ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റിനെതിരെ പോലീസ് കേസെടുത്തു. ദേശമംഗലം പഞ്ചായത്ത് അംഗവുമായ പുതുശ്ശേരി സ്വദേശി ഷാനവാസിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതേസമയം തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷാനവാസ് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ കേസിൽ ഒത്തുതീർപ്പിലൂടെ നൽകിയ സമയം കഴിഞ്ഞെങ്കിലും അധികമായി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഇതിനായി പോലീസുകാർക്ക് പണം നൽകണമെന്ന് വിശ്വസിപ്പിച്ചാണ് ചാലിശ്ശേരി ചാത്തന്നൂർ സ്വദേശി ഉമ്മറിൽ നിന്ന് ഷാനവാസ് 25,000 രൂപ വാങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. 10,000 രൂപ കൂടി ആവശ്യപ്പെടുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ പണം നൽകണമെന്നായിരുന്നു ആവശ്യം. ഇതിനിടെ ബുധനാഴ്ച രാവിലെ ഉമ്മറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ വാഹനമുടമയ്ക്ക് പണം നൽകാൻ അധിക സമയം അനുവദിക്കാൻ പോലീസുകാർക്ക് പണം നൽകണമെന്ന് പറഞ്ഞ് 25,000 രൂപ വാങ്ങിയെന്ന് ഉമ്മർ പറയുകയായിരുന്നു. തുടർന്ന് വാട്സപ്പ് സന്ദേശത്തിൽ പണം വാങ്ങിയെന്നും പോലീസുകാർക്ക് നൽകിയെന്നുമുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചു. പണം നൽകിയ വാണിയംകുളം പാതിപ്പാറയിലെ സ്ഥലത്തെത്തി കേസിൽ ഉൾപ്പെട്ടയാളെ ഭയപ്പെടുത്തി പണം അപഹരിച്ചു എന്ന വകുപ്പ് പ്രകാരമാണ് ഷാനവാസിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഞാൻ ഷാനവാസാണ്. കുറച്ചു സമയങ്ങളായിട്ട് ഒരു വാർത്ത സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പത്രങ്ങളിലുമൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തികച്ചും തെറ്റായതും വസ്തുതാ വിരുദ്ധവുമാണത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു തർക്ക വിഷയത്തിൽ ഇടപെടുകയും ആ തർക്ക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയപ്പോൾ അവിടെ ഒരു 420 കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി എനിക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ അറസ്റ്റിലാണ്, ഞാൻ റിമാൻഡിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും തെറ്റായ വാർത്തയാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ തീർച്ചയായും നിയമ നടപടി സ്വീകരിക്കും. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഞാൻ എവിടേക്ക് പോയിട്ടില്ല, എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല, എന്നെ ആരും റിമാൻഡ് ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് ഈ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന നിർത്തണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.